ഇതൊരു ക്രൈമാണെന്ന് അറിയില്ലേ? ഞാൻ കേസ് കൊടുത്താൽ നിങ്ങളും നിങ്ങളുടെ ഭർത്താവും ജയിലിലാകും. കാണണോ? പാറു ഗൗരവത്തോടെ പറഞ്ഞു. ഗീത പെട്ടെന്ന് കട്ടിലിൽ നിന്ന് ചാടിയെണീറ്റു. പ്ലീസ്, കേസ് കൊടുക്കരുത്. ഇപ്പോൾ 10 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു കുഞ്ഞുണ്ടായത്. ഈ കുഞ്ഞിനൊപ്പം സന്തോഷത്തോടെ ഞങ്ങൾക്ക് ജീവിക്കണം. ഞാൻ നിന്റെ കാല് പിടിക്കാം, ഗീത പറഞ്ഞുകൊണ്ട് പാറുവിൻ്റെ അടുത്തേക്ക് വന്നു. പെട്ടെന്ന് ഗീത കരഞ്ഞുകൊണ്ട് അടിവയറ്റിൽ കൈ ചേർത്ത് ഒന്ന് കുനിഞ്ഞു. പാറു ഞെട്ടിപ്പോയിരുന്നു. റെസ്റ്റ് വേണമെന്ന് പറഞ്ഞതാണ് താൻ കാരണം ഈ കുഞ്ഞു നഷ്ടപ്പെട്ടാൽ അവൾക്ക് അതേക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിഞ്ഞില്ല. അവൾ ഗീതയെ പിടിച്ചു കട്ടിലിലേക്ക് ഇരുത്തി. എന്തെങ്കിലും കുഴപ്പം തോന്നുന്നുണ്ടോ? പാറു ചോദിച്ചു. ഇല്ലെന്ന് ഗീത തലയാട്ടി. പാറു പിന്നെ കൂടുതൽ സമയം അവിടെ നിൽക്കാതെ തിരിച്ചിറങ്ങി പത്മാവതിയുടെ അടുത്തേക്ക് നടന്നു. അമ്മയ്ക്കെങ്കിലും സത്യം പറയാമായിരുന്നു. പാറു പറഞ്ഞുകൊണ്ട് തൻ്റെ റൂമിൽ പോയി തൻ്റെ ആഭരണങ്ങൾ എടുത്തുകൊണ്ടുവന്നു. ഹാളിൽ വന്ന് പത്മാവതി കാണെ കഴുത്തിൽ നിന്ന് താലിമാല ഊരി എടുത്തു ടീപ്പോയിൽ വച്ചു. പാറു ആ വീടിൻ്റെ പടിയിറങ്ങി. അവൾക്ക് സങ്കടം കൊണ്ട് നെഞ്ചു പൊട്ടുന്നുണ്ടായിരുന്നു. പക്ഷേ തളരില്ലെന്ന് അവൾ ദൃഢനിശ്ചയം ചെയ്തു. ഗേറ്റിന് പുറത്തെത്തിയപ്പോൾ ഓട്ടോയുമായി അടുത്ത വീട്ടിലെ ചെറുപ്പക്കാരൻ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ചേച്ചി ഓട്ടോ വിളിക്കാൻ വന്നിരുന്നു എന്ന് അമ്മ പറഞ്ഞു. എവിടേക്കാ പോകേണ്ടത്? അവൻ ചോദിച്ചു. എൻ്റെ വീട്ടിലേക്ക്. കണ്ണീർ തുടച്ചു അവൾ സ്ഥലം പറഞ്ഞു കൊടുത്തുകൊണ്ട് ഓട്ടോയിലേക്ക് കയറി. അവൻ ഓട്ടോ മുന്നോട്ടെടുത്തു. ഇതെല്ലാം മുകളിലെ തൻ്റെ റൂമിലെ ജനാലയിലൂടെ ഗീത കാണുന്നുണ്ടായിരുന്നു. പാറു വീട് വിട്ടു പോകുകയാണെന്ന് അവൾക്ക് മനസ്സിലായി. ഇനി രവിയേട്ടനും മക്കളുമായി താൻ സന്തോഷത്തോടെ ജീവിക്കും. ഗീതയ്ക്ക് വളരെ സന്തോഷം തോന്നി. പക്ഷേ പാറുവിൻ്റെ കണ്ണുനീരിൻ്റെ വില ഒരു ശാപമായി, ഇരുതല മൂർച്ചയുള്ള ഒരു വാളായി തൻ്റെയും കുടുംബത്തിൻ്റെയും തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന കാര്യം ഗീത അപ്പോൾ അറിഞ്ഞില്ല. ഓട്ടോയിൽ ഇരിക്കുമ്പോൾ പാറു പെണ്ണ് കാണാൻ വന്നതു മുതൽ ഉള്ള ഓരോ കാര്യവും ഓർക്കുകയായിരുന്നു. എങ്ങനെ തനിക്ക് ചതി പറ്റി? ഇങ്ങനെ ഒരു ചതി താൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചില്ല. ഒന്ന് അന്വേഷിക്കണമായിരുന്നു. അച്ഛന് ഏതായാലും അന്വേഷിച്ചു പോകാൻ കഴിയില്ല. തൻ്റെ ജീവിതമായിരുന്നു. താനെങ്കിലും അന്വേഷിക്കണമായിരുന്നു. അല്ലെങ്കിൽ തൻ്റെ ഒപ്പം പഠിച്ച, തന്നെ ഒരു സഹോദരിയായി കാണുന്ന കുറേ ഫ്രണ്ട്സ് ഉണ്ട് തനിക്ക്. അവരെ ആരെങ്കിലും അന്വേഷിക്കാൻ വിടണമായിരുന്നു. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ അച്ഛൻ ഇതറിയുമ്പോൾ അച്ഛൻ്റെ അവസ്ഥ. പാറുവിന് ആശങ്ക തോന്നി. ഒരു കാര്യത്തിൽ പാറുവിന് സമാധാനം തോന്നി, വിവാഹം രജിസ്റ്റർ ചെയ്യാത്തതിൽ. ദീർഘയാത്രയ്ക്ക് ശേഷം പാറു വീട്ടിലെത്തി. ഹരി ഉമ്മറത്ത് തന്നെ ഉണ്ടായിരുന്നു. ഓട്ടോ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ് പാറു വേഗം അകത്തുപോയി ക്യാഷുമായി വന്നു. ഓട്ടോ ചാർജ് കൊടുത്തു. ഓട്ടോ പറഞ്ഞു വിട്ടു. പാറു വേഗം ഹരിയുടെ അടുത്തേക്ക് വന്നു. അവളുടെ താലിയില്ലാത്ത കഴുത്ത് കണ്ടപ്പോഴേ ഹരിക്ക് സങ്കടമായി. മോളെ, ഞാൻ കാരണം എൻ്റെ മോളുടെ ഭാവി. ഹരി കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അച്ഛാ, കരയല്ലേ, വിഷമിക്കരുത്. എനിക്ക് പ്രശ്നമൊന്നുമില്ല. അത് വേഗം അറിഞ്ഞത് നന്നായി. എല്ലാം അവസാനിപ്പിച്ച് ഞാൻ പോന്നു. അച്ഛൻ കാരണമൊന്നുമല്ല. അവർ ചതിച്ചതാ. അച്ഛനെ പോലെ ശുദ്ധഗതിക്കാരല്ല ആരും. ചതിയും വഞ്ചനയും നിറഞ്ഞ ഈ ലോകത്ത് ജീവിക്കാൻ ഇത്തിരി പാടാ. അങ്ങനെ കരുതിയാൽ മതി. പാറു ഹരിയെ സമാധാനിപ്പിച്ചു. തങ്ങളെ ചതിക്കാൻ കൂട്ടുനിന്നവരെ വെറുതെ വിടില്ലെന്ന് ഹരി തീരുമാനിച്ചു. രവിക്ക് ഓഫീസിൽ നിന്നു തിരിയാൻ സമയമില്ലായിരുന്നു. സാധാരണ രവിയാണ് ഓഫീസ് കാര്യങ്ങൾ ഒക്കെ നോക്കിയിരുന്നത്. വിശ്വസിക്കാൻ പറ്റുന്നവർ ആണ് ഓഫീസിലെ സ്റ്റാഫുകൾ. അതുകൊണ്ട് തന്നെ അധികം ശ്രദ്ധ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഓഡിറ്റ് നടക്കുകയാണ്. സാധാരണ ബോസ് അങ്ങനെ വരാറില്ല. ഇപ്പോൾ ബോസ് നേരിട്ട് എത്തിയിരിക്കുകയാണ്. CEO അനന്തമൂർത്തി സാർ രവിയെ അഭിനന്ദിച്ചു. ഫയലെല്ലാം കറക്റ്റാണ്. അദ്ദേഹം പോകാൻ നേരം രവി തൻ്റെ ലീവിൻ്റെ കാര്യം അവതരിപ്പിച്ചു. വൈഫ് പ്രഗ്നൻ്റ് ആണ്. 10 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ കിട്ടിയ കുഞ്ഞാണെന്നും വൈഫ് പൂർണ്ണ റെസ്റ്റിൽ ആണെന്നും അതിനാൽ തൻ്റെ ലീവ് അനുവദിക്കണമെന്നും പറഞ്ഞു. അനന്തമൂർത്തി 1 മാസത്തെ ലീവ് അനുവദിച്ചു. രവി സന്തോഷത്തോടെയാണ് വീട്ടിലേക്ക് എത്തിയത്. സെറ്റിയിൽ വന്നിരുന്നു. ഷൂ അഴിച്ചു വെച്ചപ്പോഴേക്കും
പത്മാവതി ചായയുമായി വന്നു. അത് കുടിച്ചു. കപ്പ് തിരിച്ചു കൊടുത്തു. സ്റ്റെയർ കയറാൻ നിൽക്കുമ്പോഴേക്കും പത്മാവതി പിന്നിൽ നിന്ന് വിളിച്ചു. രവി തിരിഞ്ഞു നിന്ന് അമ്മയെ നോക്കി. പത്മാവതി പാറു അഴിച്ചുവെച്ചു പോയ താലിയെടുത്തു രവിയുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. രവി ചോദ്യഭാവത്തിൽ അമ്മയെ നോക്കി. നിന്റെ പുതിയ ഭാര്യയുടേതാണ്. അവൾ ഭാര്യാപദം ഒഴിഞ്ഞു തിരിച്ചുപോയി. ഇനി അവൾക്ക് ഇതിൻ്റെ ആവശ്യമില്ലല്ലോ. അവൾ സത്യമെല്ലാം അറിഞ്ഞു. എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഏതായാലും നന്നായി. ആ മോളുടെ ശാപം നിനക്കും ഭാര്യയ്ക്കും ഏൽക്കാതിരിക്കട്ടെ. രവി ഒന്നും മിണ്ടാതെ മുകളിലേക്ക് കയറി. രവി ഗീതയുടെ കയ്യിലേക്ക് ആ താലി വെച്ചു കൊടുത്തു. ഡ്രസ് മാറ്റി പുറത്തേക്ക് പോയി. എവിടെയെന്നില്ലാതെ കറങ്ങിത്തിരിഞ്ഞു. രാത്രിയാണ് പിന്നെ രവി വീട്ടിലെത്തിയത്. അവൻ വരാൻ കാത്തിരിക്കുകയായിരുന്നു ഗീത പരാതിയുടെ കെട്ടഴിക്കാൻ. പരാതിയൊക്കെ കേട്ടു കഴിഞ്ഞു. പാറു പോയതിനെ പറ്റി ഗീത പറഞ്ഞു. അവളെല്ലാം അവസാനിപ്പിച്ചു പോയതാ രവിയേട്ടാ. ഇനി ഏട്ടൻ അവളെ അന്വേഷിച്ചു പോകരുത്. രജിസ്റ്റർ ചെയ്യാത്തത് കൊണ്ട് ആ തലവേദനയും ഒഴിഞ്ഞു. അവൾ എങ്ങോട്ടാണെന്ന് വെച്ചാ പോയിക്കോട്ടെ. അവൾ വീട്ടിലേക്ക് തന്നെയാണോ പോയത്? വീട്ടിൽ എത്തിയെന്ന് നീ വിളിച്ചു നോക്കിയോ? രവി ചോദിച്ചു. പിന്നെ എനിക്കതല്ലേ പണി. ഗീത മുഖം തിരിച്ചു. ഞാനൊന്നു അവിടത്തെ അച്ഛനെ വിളിച്ചു നോക്കിയാലോ? രവി ചോദിച്ചു. അതൊന്നും വേണ്ട. അവൾ കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ. അവിടെ എത്തിയിട്ടുണ്ടാവും. ഇനി ഇതേപ്പറ്റി പറയണ്ട. അവളുടെ കാര്യം കേൾക്കുന്നത് എനിക്കിഷ്ടമല്ല. ഗീത ദേഷ്യപ്പെട്ടു. ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ വിളിക്കുന്നില്ല. നീ ദേഷ്യപ്പെടല്ലേ. മനസ്സ് ശാന്തമായിരിക്കണം. എപ്പോഴും സന്തോഷമായിരിക്കണം. എന്നാലേ കുഞ്ഞിന് ആരോഗ്യമുണ്ടാവൂ. രവി അവളെ സമാധാനിപ്പിച്ചു. ഞാൻ 1 മാസം ലീവ് എടുത്തു. ഇനി നിന്റെ അടുത്ത് തന്നെ ഉണ്ടാവും എപ്പോഴും, രവി പറഞ്ഞു. ഗീതയ്ക്ക് സന്തോഷമായിരുന്നു. പാറുവിനെ കാണുമ്പോഴൊക്കെ ഹരിയുടെ സങ്കടം കൂടിക്കൊണ്ടിരുന്നു. താൻ കാരണമാണ് അവൾക്ക് ഈ ഗതി വന്നതെന്ന് അയാൾ കരുതി. പാറു തൻ്റെ വിഷമം പുറത്തു കാണിച്ചില്ല. ഹരി ചന്ദ്രനെ വിളിച്ചു വരുത്തി. കാര്യങ്ങളൊക്കെ പറഞ്ഞു. ചന്ദ്രന് വല്ലാത്ത വിഷമം തോന്നി. താൻ കാരണം ഒരു പെൺകുട്ടിയുടെ ജീവിതം ഇങ്ങനെ ആയല്ലോ. രവിയോട് പകയും. ചന്ദ്രൻ നേരെ രവിയുടെ വീട്ടിലേക്ക് പോയി. ചെറ്റത്തരം കാണിച്ചതിന് രവിയെ പിടിച്ചു തല്ലി. നിന്നെ സമാധാനത്തോടെ ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊരു ഭീഷണിയും. രവി തല്ലെല്ലാം നിന്നുകൊണ്ടു. തനിക്കിത് ആവശ്യമായിരുന്നു. അങ്ങനെയുള്ള ചെറ്റത്തരം ആണല്ലോ കാണിച്ചത്. രവിയുടെ വീട്ടിൽ നിന്ന് ചന്ദ്രൻ നേരെ പോയത് ഹരിയുടെ വീട്ടിലേക്കായിരുന്നു. രവിയുടെയും ഗീതയുടെയും പേരിൽ കേസ് കൊടുക്കാൻ ഹരിയെ നിർബന്ധിച്ചെങ്കിലും പാറു സമ്മതിച്ചില്ല. അവർക്കൊരു കുഞ്ഞു ജനിക്കാൻ പോകുകയാണ്. അതിനിടയിൽ അവരെ വിഷമിപ്പിക്കേണ്ട എന്ന് പാറു തീർത്തു പറഞ്ഞു. എന്നെ ശപിക്കരുത്. എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു. ചന്ദ്രൻ പാറുവിൻ്റെ നേരെ കൈകൂപ്പി. പിന്നെ തിരിഞ്ഞു നടന്നു.